മനുഷ്യാവകാശ കമ്മീഷൻ ഒടുവിൽ കേസെടുത്തു. ആമയിഴഞ്ചൻ തോട്ടിലെ അപകടം കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചൻ തോട്ടിൽ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടെന്ന വാർത്തകൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കൂമ്പാരം വെല്ലുവിളിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്കാണ് തോട് വൃത്തിയാക്കാൻ റെയിൽവേ ഏർപ്പാടാക്കിയ തൊഴിലാളിയായ ജോയിയെ കാണാതായത്. നഗരസഭയും റെയിൽവേയും പരസ്പരം പഴി ചാരുകയാണ്. മഴക്കാല ശുചീകരണം ചൂണ്ടിക്കാട്ടിയപ്പോൾ തദ്ദേശ മന്ത്രി പരിഹസിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിന് ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടി വന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തോട്ടിലെ മാലിന്യത്തിൽപ്പെട്ട് ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവം തീർത്തും ദൗർഭാഗ്യകരമാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനം നടക്കാത്തതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് തദ്ദേശ മന്ത്രി ഉൾപ്പെടെ പരിഹസിച്ചു. ഇപ്പോൾ സംഭവത്തിൽ നഗരസഭയും റെയിൽവേയും പരസ്പരം പഴി ചാരുകയാണ്. സർക്കാരും നഗരസഭയും തദ്ദേശ വകുപ്പും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ അവസാനത്തെ ഉദാഹരണമാണ് ആമയിഴഞ്ചൻ അപകടം. ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേ സഹകരിക്കുന്നില്ലെന്നാണ് നഗരസഭയുടെ പരാതി. നഗരസഭയും റെയിൽവേയും തമ്മിൽ ഇപ്പോൾ തർക്കത്തിലാണ്. ഈ തർക്കം തീർക്കാൻ എന്തുകൊണ്ട് സർക്കാർ ഇടപെടാത്തതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. തിരുവനന്തപുരത്ത് അധികാര കേന്ദ്രങ്ങൾക്ക് മൂക്കിന്റെ തുമ്പിലാണ് അപകടം നടന്നത്. ചെറിയ മഴ പെയ്താൽ പോലും എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറയുന്ന കാഴ്ചയാണ്. പലയിടവും മാലിന്യ കൂമ്പാരമാണ്. ആമയിഴഞ്ചൻ തോട്ടിലെ ഇപ്പോൾ നടത്തുന്ന മാലിന്യ നിർമ്മാർജ്ജനം നേരത്തെ വേണ്ടതായിരുന്നു. റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല ആമയിഴഞ്ചൻ തോട്ടിൽ വരുന്നത്. റെയിൽവേയുടെ കീഴിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം എത്രത്തോളം നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും മാലിന്യ നിർമ്മാർജ്ജനം നടന്നിട്ടില്ലെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. 62 ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ച ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകണം. പകർച്ചവ്യാധി തടയാനോ മറ്റു പ്രവർത്തനങ്ങൾക്കോ മന്ത്രിക്ക് സമയമില്ല. ക്രിമിനലുകൾക്ക് പിന്നാലെ പോവുകയാണ് മന്ത്രി. കോഴ വിവാദത്തിൽ CPM പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സംഭവത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി എന്തിനെന്ന് വിശദീകരിക്കണം. അപമാന ഭാരത്താൽ കേരളം തലകുനിച്ച് നിൽക്കുകയാണ്. പാർട്ടി തന്നെ പണം കൊടുത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനുള്ള നീക്കമാണ് കോട വിവാദത്തിൽ നടന്നത്. ആരോപണത്തിൽ CPMന്റെ തൊലിയുരിഞ്ഞ് കാണിക്കുമെന്നും സതീശൻ പറഞ്ഞു.